എണ്ണ ഇതര വരുമാനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി രൂപീകരിച്ചതായിരുന്നു പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ PIF. അവരുടെ 2 ബോണ്ടുകൾ ഈ ആഴ്ച പുറത്തിറക്കിയതായിരുന്നു പ്രധാന വാർത്തകളിലൊന്ന്. അതിനൊരു കാരണമുണ്ട്. ഈ 2 ബോണ്ടുകൾക്കുമായി സൗദി അറേബ്യ കണ്ടിരുന്നത് 58,000 കോടി രൂപയാണ്. പക്ഷേ ലഭിച്ചത് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി. മറുവശത്ത് സൗദി അറേബ്യയിൽ യുദ്ധ സാഹചര്യത്തിൽ വലിയ തോതിൽ ബജറ്റിൻ്റെ ഭാഗമായുള്ള കമ്മികളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് സൗദി അറേബ്യ ഈ വർഷം അവരുടെ ബജറ്റ് ബാലൻസ് ചെയ്യാൻ പോകുന്നത്? എന്തെല്ലാം വെല്ലുവിളികൾ ഈ വഴിയിൽ കാത്തിരിക്കുന്നുണ്ട്? സൗദി അറേബ്യയുടെ സാമ്പത്തിക രംഗം നിലവിൽ വലിയ മാറ്റങ്ങളിലൂടെയും വെല്ലുവിളിയിലൂടെയുമാണ് കടന്നു പോകുന്നത്. 2026 ആദ്യ പാദത്തിൽ രാജ്യത്തിൻ്റെ ബജറ്റ് കമ്മിയിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ബജറ്റ് കമ്മി ഇരട്ടിയിലധികം വർദ്ധിച്ച് 125 ബില്യൺ റിയാൽ എത്തിയിരിക്കുന്നു. ഏകദേശം $33.5 ബില്യൺ അധിക ബാധ്യത. 2025 അവസാന പാദത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്മിയുടെ തോതിൽ 1/3 വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വർഷം മുഴുവനായി 65 ബില്യൺ റിയാലിന്റെ കമ്മി മാത്രമായിരുന്നു സൗദിയുടെ പ്രതീക്ഷ. അത് മറികടക്കുന്നതാണ് നിലവിലെ ചിത്രം. സർക്കാർ ചിലവിലുണ്ടായ വലിയ വർധനയും എണ്ണ വരുമാനത്തിലുണ്ടായ ഇടിവും യുദ്ധവും തന്നെയാണ് ഈ കമ്മിയുടെ പ്രധാനപ്പെട്ട കാരണം. എണ്ണ വരുമാനം 3% കുറഞ്ഞ് 144 ബില്യൺ റിയാൽ പിന്നിട്ടു. അതേസമയം മൊത്തം സർക്കാർ ചിലവുകൾ 20% വർദ്ധിച്ച് 386 ബില്യൺ റിയാലും പിന്നിട്ടിരിക്കുന്നു. വികസന പദ്ധതികൾക്കായി സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്ന മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ചിലവ് വർദ്ധിച്ചത്. 52% ഈ മേഖലയിൽ ചിലവ് വർദ്ധിച്ചു. കൂടാതെ പൊതുവായ കാര്യങ്ങൾക്കായി 46%, സൈനിക അടിസ്ഥാന വികസന മേഖലകളിൽ 26% വീതവും ചിലവ് വന്നു. എണ്ണ ഇതര വരുമാനത്തിൽ 2% വളർച്ച ഉണ്ടായത് മാത്രമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സൗദിക്ക് ആശ്വാസമായത്. ചിലവ് വർദ്ധിക്കാൻ ചില അനിവാര്യ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. യുദ്ധ സാഹചര്യത്തിൽ വിപണിയിലേക്ക് വസ്തുക്കൾ എത്തിക്കാൻ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടി വന്നു. ഗതാഗത ലോജിസ്റ്റിക്സ് മേഖലയിലെ ചിലവുകൾ 26% വർദ്ധിപ്പിച്ചത്. ഇത് 12 ബില്യൺ റിയാലിലെത്തി. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള സബ്സിഡികൾ 170% വർദ്ധിപ്പിച്ച് 17.5 ബില്യൺ റിയാലുമാക്കി. ഇതാണ് ബജറ്റ് കമ്മി വർദ്ധിക്കാൻ പ്രധാന കാരണമായത്. എങ്കിലും ലോജിസ്റ്റിക്സ് മേഖലയിലെ ഈ ശക്തമായ ഇടപെടൽ ഭാവിയിൽ സൗദിക്ക് വലിയ സാമ്പത്തിക ഗുണങ്ങൾ നൽകും. യുദ്ധം തുടങ്ങിയതോടെ ഭൂരിഭാഗം ഗൾഫ് രാജ്യങ്ങളും ചരക്കുകൾ കരമാർഗം എത്തിക്കാൻ സൗദിയെ ആണ് ആശ്രയിച്ചത്. ലോജിസ്റ്റിക്സ് മേഖലയിൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും സൗദിയെ ഇത് സഹായിച്ചു. ഫലത്തിൽ ഇപ്പോൾ കുറച്ച് ചിലവ് വന്നാലും ഭാവിയിൽ സൗദിക്കത് ഗുണമായി മാറും. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞാലും ലോക വ്യാപാരത്തിന്റെ സുപ്രധാന പാതയായി ചെങ്കടൽ തുറമുഖങ്ങളെ മാറ്റാൻ ഈ നിക്ഷേപം സഹായിക്കും. ബജറ്റിലെ ഇപ്പോഴത്തെ നഷ്ടം ഒരു മുൻകൂർ നിക്ഷേപമാണെന്നും ലോജിസ്റ്റിക്സ് രംഗത്തെ ഈ കരുത്ത് യുദ്ധാനന്തരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായി വളരാൻ സൗദിയെ സഹായിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരായ സൗദി അറേബ്യയുടെ വരുമാനത്തെ പ്രധാനമായും ബാധിച്ചത് ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത തടസ്സമാണ്. ആഗോള ഇന്ധന വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഈ പാത ഇറാൻ ഭീഷണിയെ തുടർന്ന് 2 മാസത്തിലധികമായി നിശ്ചലം. ഇത് സൗദിയുടെ കടൽ വഴിയുള്ള എണ്ണ വിതരണത്തെ ഭാഗികമായി ബാധിച്ചു. രാജ്യത്തിന്റെ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ വഴി ചെങ്കടലിലെ യാംബു തുറമുഖത്തേക്ക് കിഴക്കൻ പ്രവിശ്യയിൽ നിന്നും എണ്ണ എത്തിച്ച് വിതരണം തുടരാൻ സൗദിക്ക് സാധിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പ്രൊജക്ട് ഫ്രീഡം എന്ന സൈനിക നീക്കം ഇറാനുമായുള്ള സമാധാന ചർച്ചകളുടെ പുരോഗതിയെ തുടർന്ന് നിർത്തിവെച്ചത് വരും ദിവസങ്ങളിൽ വിപണിയിൽ അനുകൂലമായ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് പ്രതീക്ഷ. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സൗദി അറേബ്യയുടെ നിക്ഷേപ നിധിയായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ PIF പുറത്തിറക്കിയ ബോണ്ടുകളും ഇതിനിടയിൽ അന്താരാഷ്ട്ര ശ്രദ്ധ നേടി. ആഗോള വിപണിയിൽ PIFന്റെ ബോണ്ടിന് ലഭിച്ച വലിയ സ്വീകാര്യത രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ തെളിവാണ്. രാജ്യാന്തര വിപണിയിൽ നിന്ന് ബോണ്ടുകൾ വഴി 58,000 കോടി രൂപ സമാഹരിക്കാനായിരുന്നു സൗദിയുടെ ലക്ഷ്യം. പക്ഷേ സൗദിക്ക് മുന്നിലേക്ക് എത്തിയതാകട്ടെ
2.5 ലക്ഷത്തോളം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങളാണ്. അതായത് ലക്ഷ്യമിട്ടതിനേക്കാൾ 4 ഇരട്ടിയിലധികം തുക. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന ഈ ബോണ്ടുകൾ 3, 7, 30 വർഷത്തെ കാലാവധികളിലായാണ് നിക്ഷേപകർക്ക് നൽകുന്നത്. സർക്കാരുകളോ വലിയ സ്ഥാപനങ്ങളോ വികസന പദ്ധതികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും വൻകിട നിക്ഷേപകരിൽ നിന്നും പണം കടം വാങ്ങാൻ നൽകുന്ന രേഖയാണ് ബോണ്ട്. നിശ്ചിത കാലയളവിൽ പലിശയും കാലാവധി പൂർത്തിയാകുമ്പോൾ നിക്ഷേപിച്ച തുകയും തിരിച്ചു നൽകുന്ന ഉറപ്പോടെയുമാണ് ബോണ്ട് നൽകുക. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന ഈ ബോണ്ടുകൾ 3, 7, 30 വർഷത്തെ കാലാവധികളിലായി നിക്ഷേപകർക്ക് വാങ്ങാം. വൻകിട നിക്ഷേപകർക്ക് സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥയിലുള്ള വലിയ വിശ്വാസമാണ് ഈ ഇടപാടിലൂടെ വ്യക്തമായത്. 7 ബില്യൺ റിയാലിന്റെ ബോണ്ടുകൾ വിൽക്കാൻ ലക്ഷ്യമിട്ട PIF മുന്നിലേക്ക് $29 ബില്യൺ നിക്ഷേപങ്ങൾ എത്തിയത് ഇതുകൊണ്ടാണ്. ഈ ബോണ്ട് വിൽപ്പനയിലൂടെ ലഭിച്ച തുകയിൽ 80% മിഡിൽ ഈസ്റ്റ് മേഖലയ്ക്ക് പുറത്തുനിന്നുള്ള വൻകിട നിക്ഷേപകരിൽ നിന്നാണ്. ഇത് ആഗോളതലത്തിൽ സൗദിയുടെ ക്രെഡിറ്റ് റേറ്റിംഗിനും വലിയ അംഗീകാരമായി മാറും. വിഷൻ 2030ന്റെ ഭാഗമായുള്ള സൗദിയുടെ വലിയ വികസന പദ്ധതികൾക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ ഈ തുക ഉപയോഗിക്കും. താൽക്കാലികമായി ബജറ്റിൽ കമ്മി നേരിടുന്നുണ്ടെങ്കിലും വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സൗദി സർക്കാരിന്റെ തീരുമാനം. എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥയിൽ നിന്നും മാറി മറ്റ് മേഖലകളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സൗദിയുടെ നീക്കങ്ങൾക്ക് ഈ നിക്ഷേപങ്ങൾ വലിയ കരുത്ത് പകരും.